പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ 4ാം പാദത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ മുന്നേറുന്നു. ശക്തമായ മൂലധന നിക്ഷേപമാണ് നേട്ടത്തിന് വഴിവെച്ചത്. ശക്തമായ മൂലധന നിക്ഷേപം കാരണം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ 4ാം പാദത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളർന്നു. ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ വാർഷികാടിസ്ഥാനത്തിൽ 2.8% വളർച്ച കൈവരിച്ചതായി സർക്കാർ ഡാറ്റ കാണിക്കുന്നു. മെച്ചപ്പെട്ട ബിസിനസ് ചെലവുകളും പ്രതീക്ഷിച്ചതിലും മികച്ച ഉപഭോഗവും ഇതിന് പിന്തുണ നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് കയറ്റുമതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂടുന്ന സാഹചര്യത്തിൽ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ജപ്പാന്റെ തിരിച്ചുവരവിന് ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് ആവശ്യമാണ്. പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാനും പണനയം സാധാരണ നിലയിലാക്കാനുമുള്ള ബാങ്ക് ഓഫ് ജപ്പാന്റെ പദ്ധതി ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ദുർബലമായ ഉപഭോഗ പ്രവണതകൾ ഭാവിയിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ചാറ്റ്ബോട്ടിന്റെ പുതിയ പതിപ്പ് ഗ്രോക്ക് 3 ആരംഭിക്കാൻ ഒരുങ്ങി ഇലോൺ മസ്ക്. ഭൂമിയിലെ ഏറ്റവും മികച്ച AI എന്നാണ് മസ്ക് ഇതിനെ വിശേഷിപ്പിച്ചത്. മസ്കിന്റെ പുതിയ ചാറ്റ്ബോട്ട് പുറത്തിറങ്ങുന്നതോടെ ChatGPT, ജെമിനി എന്നിവയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാകുമെന്നാണ് കണക്കാക്കുന്നത്. ഗ്രോക്ക് AI X പ്ലാറ്റ്ഫോമിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. തത്സമയ ഡാറ്റ പ്രോസസ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഗ്രോക്ക് AIയുടെ 3ാമത്തെ പതിപ്പാണ് ഗ്രോക്ക് 3. പുതിയ ഗ്രോക്ക് 3യിൽ കൂടുതൽ ശക്തമായ സവിശേഷതകൾ ചേർത്തിട്ടുണ്ട്. സ്വാഭാവിക ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് മുമ്പത്തേതിനേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ചാറ്റ്ബോട്ടിന് മനുഷ്യസമാന ഭാഷയിൽ പ്രതികരിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തത്സമയം ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും കഴിയും. വരും കാലങ്ങളിൽ AI ലോകത്ത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഗ്രോക്ക് AI നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോഫസ്റ്റ് ഏറ്റെടുത്ത ഇന്ത്യയിൽ ആഭ്യന്തര വിമാന കമ്പനി ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് ഫ്ലൈ ദുബായ്. ഇതിനായി BCB എയർവേസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ചയിലാണ് കമ്പനി. ദുബായ് ആസ്ഥാനമായുള്ള ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് ഫ്ലൈ ദുബായ്. സാമ്പത്തിക ബാധ്യത നേരിടുന്ന ഇന്ത്യൻ എയർലൈനായ ഗോഫസ്റ്റിന്റെ വ്യാപാര മുദ്രകൾ, ഫ്ലൈയിംഗ് ലൈസൻസുകൾ, എയർപോർട്ട് സ്ലോട്ടുകൾ എന്നിവ സ്വന്തമാക്കാനാണ് ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഗോഫസ്റ്റ് ഏറ്റെടുക്കാൻ ആദ്യം താൽപര്യം പ്രകടിപ്പിച്ച BCB അതിന്റെ ഭൗതിക ആസ്തികൾ വാങ്ങാതെ തന്നെ എയർലൈൻ ബ്രാൻഡ് പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ്. മുംബൈക്കടുത്തുള്ള താനെയിൽ എയർലൈനിന്റെ വലിയ ലാൻഡ് പാഴ്സൽ ഏറ്റെടുക്കാൻ BCBക്ക് പദ്ധതിയില്ല. ഇന്ത്യയുടെ മത്സരാധിഷ്ഠിത വ്യോമയാന വിപണിയിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനായി തന്ത്രപരമായ നീക്കമാണ് ഗോഫസ്റ്റ് നടത്തുന്നത്. നിലവിലെ നിയന്ത്രണങ്ങൾ പ്രകാരം ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ 100% FDI അനുവദനീയമാണ്. എന്നാൽ 49%-ലധികം വരുന്ന നിക്ഷേപങ്ങൾക്ക് സർക്കാർ അനുമതി ആവശ്യമാണ്. പ്രവാസി ഇന്ത്യക്കാർക്ക് ഓട്ടോമാറ്റിക് റൂട്ടിൽ 100% ഉടമസ്ഥാവകാശം കൈവശം വയ്ക്കാനാകും. ഇത് ഈ പങ്കാളിത്തം എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഒമാൻ. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ 15% വർധന. മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ച് ഒമാൻ സുൽത്താനേറ്റും. UN ടൂറിസത്തിന്റെ കണക്കനുസരിച്ച് ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദൻ എന്നിവയ്ക്ക് പിന്നിൽ 6ാം സ്ഥാനത്താണ് ഒമാൻ. 2019 അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ 15% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉയർന്ന ഗതാഗത ആശയവിനിമയ ചെലവുകൾ, യാത്രാ ആവശ്യകതകൾ, സാമ്പത്തിക ഘടകങ്ങൾ, രാഷ്ട്രീയ പ്രതിസന്ധികൾ, കാലാവസ്ഥ എന്നിവയാണ് ആഗോളതലത്തിൽ വിനോദസഞ്ചാരികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ഒമാൻ 3.89 ദശലക്ഷം സന്ദർശകരെയാണ് സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള സന്ദർശകരാണ്. 11,85,880 പേർ. 6,23,623 പേരുമായി ഇന്ത്യക്കാർ 2ഉം 2,03,055 സന്ദർശകരുമായി യമൻ 3ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 6 രാജ്യങ്ങളിൽ നിന്ന് വിസയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് UAE വിസ ഓൺ അറൈവൽ നിയമങ്ങളിൽ ഇളവ് വരുത്തി. പലർക്കും പ്രീ അംഗീകൃത വിസയുടെ ആവശ്യകത ഇതോടെ ഒഴിവായി. UAEയിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കുന്ന നടപടിയാണിത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി വിപുലീകരണം സ്ഥിരീകരിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് ഇത് ഊന്നൽ നൽകുന്നു. ഓസ്ട്രേലിയ, കാനഡ, ജപ്പാൻ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ വിസ, റെസിഡന്റ് പെർമിറ്റുകൾ അല്ലെങ്കിൽ ഗ്രീൻ കാർഡുകൾ ഉള്ളവർക്ക് ഈ സൗകര്യം ബാധകമാകും. നേരത്തെ സാധുവായ US, UK അല്ലെങ്കിൽ
യൂറോപ്യൻ യൂണിയൻ വിസയോ റെസിഡൻസ് പെർമിറ്റോ ഉള്ള ഇന്ത്യൻ യാത്രക്കാർക്ക് മാത്രമാണ് വിസ ഓൺ അറൈവൽ ലഭ്യമായിരുന്നുള്ളൂ. പുതിയ നിയമം അനുസരിച്ച് എത്തുന്ന യാത്രക്കാരുടെ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണമെന്ന് UAE നിഷ്കർഷിക്കുന്നു. യാത്രക്കാർ UAE ചട്ടങ്ങളനുസരിച്ച് ബാധകമായ ഫീസും നൽകണം. 14 ദിവസത്തെ താമസത്തിനുള്ള എൻട്രി വിസ ഫീസ് 100 ദിർഹമാണ്. 250 ദിർഹം നിരക്കിൽ 14 ദിവസത്തേക്ക് കൂടി നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. കൂടാതെ 60 ദിവസത്തെ വിസ 250 ദിർഹത്തിനും നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.